അങ്ങനെ ആ ദുഃഖത്താൽ രാമൻ പിറ്റേ ദിവസം രാവിലെ ദർബാറിൽ മന്ത്രിമാരോട് പറഞ്ഞു, എത്രയും വേഗം അനുജന്മാരെ വരാൻ പറയൂ എന്ന് പറഞ്ഞു. അനുജന്മാരെല്ലാവരും വന്നു. അവർ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. രാമൻ പറയണത് അവർ കാണുന്ന കാഴ്ച തല കുനിച്ചുകൊണ്ട് ദുഃഖിതനായിരിക്കുന്ന രാമനെയാണ് കാണുന്നത്. കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രാമനെയാണ് കാണുന്നത്. രാമൻ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോഴാണ് ലക്ഷ്മണൻ പറഞ്ഞത്, എന്താണ് ദുഃഖം, പറയൂ, ഞാൻ അത് മാറ്റിത്തരാം എന്ന് ലക്ഷ്മണൻ പറയുമ്പം രാമൻ പറയാണ്, സഹോദരങ്ങളെ, നിങ്ങളാണ് എന്നെ നന്നാക്കുന്നതും എനിക്ക് കീർത്തിക്കുള്ള കാരണങ്ങളെല്ലാം നിങ്ങൾ തന്നെയാണ്. ഈ അയോധ്യ ഇങ്ങനെ നിലനിൽക്കാനും കാരണം നിങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വാക്ക് നിങ്ങൾ തട്ടരുത്, മറിച്ചൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് ശത്രുവായി മാറും. അതുകൊണ്ട് ലക്ഷ്മണ, സീതയെ കൂട്ടി വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ മുന്നിൽ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞ് സീതാദേവിയെ കൊണ്ടാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നു, എന്താ കാരണം എന്ന് ചോദിച്ചു. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഇന്നലെ രാത്രി എന്നോട് ആവശ്യപ്പെട്ടു. 2, നമ്മുടെ നാട്ടിലെ സംസാരം ഇങ്ങനെയാണ്. എന്തുകൊണ്ട് രാമൻ സ്വീകരിച്ചു? 1 ആണ്ട് കാലത്തോളം രാവണൻ്റെ അവിടെ താമസിച്ച് വന്ന സീതയെ എങ്ങനെ വിശ്വസിച്ച് സ്വീകരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു അപകീർത്തിയാണ്, രാജധർമ്മമല്ല, ഞാനൊരു രാജാവാണ്. ഇത് അവരുടെ ആരോപണം തെറ്റാണ് എന്ന് നിരൂപിക്കണമെങ്കിൽ സീതാദേവിയെ ഇവിടുന്ന് മാറ്റിയേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സീതാദേവി ഉപേക്ഷിക്കപ്പെടുന്നത്.